ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് ഇട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇപ്പോൾ ഇപ്പോഴത്തേക്ക് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാരി ബ്ലൗസാണിത്. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും അങ്ങനെ മോഡേൺ ആളുകളൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ തയ്ച്ചു കൊടുക്കാം. അത്യാവശ്യം സിമ്പിളായിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ അത് സാരിക്കൊക്കെ നല്ല ഫാഷനായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. ഇപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പ്രിൻസസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ സ്റ്റിച്ചിങ് ഇൻവിസിബിളായിട്ടാണ് ഉള്ളിലേക്ക് പോകും. നമുക്കൊന്നും ഇങ്ങനെ പുറത്തൊന്നും തറക്കില്ല കേട്ടോ. അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 80 പോയിൻ്റ് തുണി മതി കേട്ടോ. അപ്പോൾ ഞാനത് ബ്രൊക്കേറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് എനിക്ക് ഇപ്പോൾ ഇടാൻ പറ്റില്ല, പനി ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഷോർട്സിലിടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ടാവും എന്നുള്ളത് കേട്ടോ, ഇതിൻ്റെ തയ്ച്ചത്. അപ്പോൾ അതുപോലെ കണ്ടില്ലേ, ഇതാണ് തുണി. അപ്പോൾ ഇത് 80 പോയിൻ്റേ ഉള്ളൂ. ബ്രൊക്കേറ്റ് ഫാബ്രിക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് ലൈനിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ലൈനിങ് പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ ബാക്ക് ആദ്യം നമുക്ക് ചെയ്യാം. ലൈനിങ്ങിൽ നമുക്ക് ഇതുപോലെ തുണി ആവശ്യത്തിന് മുറിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള തുണി മുറിച്ചെടുക്കുക. അതെങ്ങനെയാണ് അളവെന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തുണി മുറിച്ച് വെച്ചു. പിന്നെ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 15.5 ഇഞ്ച് തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ, ലെങ്ത്ത് കേട്ടോ. അപ്പോൾ ഇതിൽ 1 ഇഞ്ച് നമുക്ക് സീം അലവൻസിന് പോകും. അതായത് മുകളിൽ 1/2 ഇഞ്ച്, കണ്ടില്ലേ, 1/2 ഇഞ്ചിൽ നമ്മളൊരു ലൈൻ വരച്ച അത് സീം അലവൻസിനാണ്. അതിനുശേഷം നമ്മുടെ ബ്ലൗസിന് എത്ര ലെങ്ത്ത് വേണമെന്ന്, അപ്പോൾ എനിക്ക് 14.5 ഇഞ്ച് ലെങ്ത്തേ ബ്ലൗസിന് വേണ്ടു. അപ്പോൾ ഞാൻ 14.5 ഇഞ്ച് ഞാൻ എടുത്തു. അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തി. മനസ്സിലായല്ലോ. ഇനി ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഹുക്കും മയ്യും വെക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ അടയാളപ്പെടുത്തണം. അതാണ് ഞാൻ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ നോക്കാം. അപ്പോൾ ഞാൻ ഷോൾഡർ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ. അപ്പോൾ എനിക്ക് ബാക്കിൽ ഇത്തിരി ലെങ്ത്ത് വേണം, അതുകൊണ്ട് ഞാനൊരു 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 6 ഇഞ്ച് തന്നെ നമുക്കിവിടെ അടയാളപ്പെടുത്താം. അപ്പോൾ 6 ഇഞ്ച് ഇതുപോലെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു കണ്ടോ. ഇനി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആം ഹോളും 6 ഇഞ്ച് തന്നെയാണ് നമ്മൾ അടയാളപ്പെടുത്തുക കേട്ടോ. നമുക്ക് അടയാളപ്പെടുത്തി നോക്കാം എങ്ങനെയാണ് ആം ഹോൾ റൗണ്ട് വരിക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ 6 ഇഞ്ച് തന്നെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ സ്ലീവിന് വ്യത്യാസം വരും. എന്നിട്ട് നമ്മൾ ആ ഒരു ലൈൻ കറക്റ്റായിട്ട് വരച്ചെടുത്തു. അതിനുശേഷം നമ്മളിതിൻ്റെ ചെസ്റ്റ് വരുന്നത് ഫുൾ ചെസ്റ്റ് 40 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച്, മനസ്സിലായില്ലേ. അതിനുശേഷം 2 ഇഞ്ച് ഞാൻ സീം അലവൻസ് കൊടുക്കും. എപ്പോഴും 2 ഇഞ്ച് തന്നെ കൊടുക്കും. കാരണം എന്തെങ്കിലും വ്യത്യാസം വന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രിക്കോഷൻ എടുക്കണം, നല്ലതാണ് 2 ഇഞ്ചൊക്കെ എടുക്കണത്. അപ്പോൾ ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോർണറിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി കണ്ടില്ലേ, ഇതുപോലെ 1/2 ഇഞ്ച് ഇതുപോലെ അതിൻ്റെ ആം ഹോളിൻ്റെ പകുതി അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് നമ്മുടെ ആം ഹോൾ റൗണ്ട് നമ്മൾ അളക്കണം. എനിക്ക് ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി ഫുള്ള് വരുന്നത് എനിക്ക് 18 ഇഞ്ചാണ്. അപ്പോൾ എനിക്ക് 9 ഇഞ്ച് കിട്ടണം അളന്ന് വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത് അതിന് താഴേക്ക് അളന്ന് നോക്കുമ്പോൾ കറക്റ്റ് എനിക്ക് 9 ഇഞ്ച് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആം ഹോളിൻ്റെ ലൈൻ കറക്റ്റാണ്. ഇത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറയ്ക്കേണ്ട കൂട്ടേണ്ടത് വരും. അത് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് കണ്ടില്ലേ, അവിടുത്തെ വിഡ്ത്ത് വരുന്നത് കണ്ടോ 8.25 ഇഞ്ചാണ് അവിടുത്തെ വിഡ്ത്ത് വരുന്നത്. കണ്ടോ 8.25 ഇഞ്ച് ഞാനവിടെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. അതിനുശേഷം 1 ഇഞ്ച് നമ്മൾ അവിടെ ഒരു ഡാർട്ട് ഇടാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമ്മൾ മുകളിൽ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ 2 ഇഞ്ച് സീം അലവൻസ് നമ്മൾ ഇവിടെ കൊടുക്കുക. നമ്മളൊന്ന് കണക്ട് ചെയ്ത് വരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇതിൻ്റെ നെക്ക് ഞാൻ കൊടുക്കുന്നത് 2.5 കഴിഞ്ഞിട്ട് 1 പോയിൻ്റ് കേട്ടോ. ജസ്റ്റ് 1 പോയിൻ്റ് മാത്രമേ ഞാൻ കൊടുക്കണുള്ളൂ. 2.5 കഴിഞ്ഞിട്ട് 1 പോയിൻ്റ്. നിങ്ങൾക്ക് എനിക്ക് ഈ വിട്ട് പാകമായിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് 2.5 ആയിരിക്കും കറക്റ്റായിട്ട് വരിക കേട്ടോ. 2.5 കഴിഞ്ഞ് 1 പോയിൻ്റ്. ഇപ്പോൾ താഴേക്ക് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് വേണം 2.5 ഒരു 4 ഇഞ്ച് നീക്കിയിട്ട് വേണം കേട്ടോ ഇങ്ങോട്ട് അടയാളപ്പെടുത്താനായിട്ട്. താഴേക്ക് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. ഞാൻ 10 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. വീനക്ക് ആയതുകൊണ്ട് മാത്രമാണ് കൊടുക്കണേ, യൂനക്കാവുമ്പോൾ ഇങ്ങനെ കൊടുക്കരുത്. എന്നിട്ട് ഇതുപോലെ പുറത്തേക്ക് തള്ളി വരയ്ക്കുക കേട്ടോ. തള്ളി വരയ്ക്കുകയാണ്. ഇതുപോലെ വീട് വേറെ ഷേപ്പിൽ കൊടുക്കണം. എന്നിട്ട് ഞാൻ ബാക്കിലൊരു ഡാർട്ട് പറഞ്ഞിട്ടുണ്ടായല്ലോ, അപ്പോൾ ഡാർട്ട് ഒരു 4 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് നീക്കിയിട്ട് നമ്മളൊരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. കണ്ടോ, 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ആ ഒരു 4 ഇഞ്ച് തന്നെ ഹൈറ്റും കൊടുക്കുക കേട്ടോ. ഇതുപോലെ
4 ഇഞ്ച് തന്നെ ഹൈറ്റും കൊടുത്തിട്ട് അര ഇഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അതാണല്ലോ നമ്മൾ 1 ഇഞ്ചാണല്ലോ നമ്മൾ അതിൻ്റെ സീം അലവൻസ് കൊടുത്തിരിക്കുന്നത്. സീം അലവൻസ് അല്ല, ഡാർട്ടിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ നെക്കിൻ്റെ ഭാഗം ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യില്ല കേട്ടോ, ഞാനിത് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഫ്രണ്ട് പാർട്ടിലേക്ക് വെച്ചിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് എടുക്കുമ്പോൾ നമ്മൾ ക്ലോസ് ആയ ഭാഗം, അതിൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമല്ലേ, ആ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ സീം അലവൻസ് അരയിഞ്ച് ബാക്കിൽ കൊടുത്ത പോലെ ഇതുപോലെ അരയിഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് ബാക്കിലെടുത്തിരിക്കുന്നത് 14.5 ഇഞ്ചാണ്. അപ്പോൾ 14.5 ഇഞ്ചിനേക്കാളും 1 ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുക്കണം. അത് നമുക്ക് ഫ്രണ്ടിൽ ഡാർട്ട് വരുന്നതുകൊണ്ട് തുണിക്ക് വ്യത്യാസം വരാതിരിക്കാൻ നമ്മളെല്ലാം തയ്ച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വന്നോളും. അപ്പോൾ ഞാനിവിടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് 15.5 ഇഞ്ച് ഫ്രണ്ടിൽ കൊടുക്കണം കേട്ടോ, 1 ഇഞ്ച് കൂടുതൽ. അതിനുശേഷം നമ്മളൊരു അര ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് സീം അലവൻസ് ആണ്, താഴെ നമുക്ക് മടക്കി തയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് ഇതുപോലെ അടയാളപ്പെടുത്തി എടുത്തു കേട്ടോ. കണ്ടില്ലേ, അര ഇഞ്ച് മുകളിലും അതുപോലെ നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്തിനേക്കാളും 1 ഇഞ്ച് കൂടുതലും ഫ്രണ്ടിലായതുകൊണ്ട് അതുപോലെ അര ഇഞ്ച് ഇതുപോലെ തയ്ച്ചിട്ടുണ്ട് കേട്ടോ. സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് പാർട്ട് എടുത്ത് കൊണ്ടുവരിക. അതിനുശേഷം അത് നമുക്കിതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ആ 4 ഇഞ്ച് നമ്മൾ ബാക്കിൽ ഓപ്പൺ ഇട്ടിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് വേണ്ട, ഫ്രണ്ടിലേക്ക് വേണ്ട. അതൊന്ന് മടക്കി വെച്ചിട്ട് നിങ്ങളതൊന്ന് അടയാളപ്പെടുത്തുക കേട്ടോ, നെക്കിൻ്റെ ഭാഗം. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നെക്ക് വിട്ട് വ്യത്യാസം വരും. ഇനി നമ്മുടെ ഇതുപോലെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം നമ്മുടെ ആ ചെസ്റ്റ് വരെ മതി കേട്ടോ. നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ ഇത് വരയ്ക്കണത് കണ്ടോ, ആ ചെസ്റ്റിൻ്റെ ഭാഗം വരെ മതി. ഇനി അതുപോലെ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്തും നമ്മൾ അടയാളപ്പെടുത്തുക. ഇത് രണ്ടും മാത്രമേ നമുക്കിതിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ഇതിൽ. കണ്ടോ, ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം വരെ നമ്മൾ അടയാളപ്പെടുത്തിയെടുത്തു. മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ അടയാളപ്പെടുത്തിയെടുത്തു കേട്ടോ. അപ്പോൾ താഴേക്ക് നമ്മൾ ഇതുപോലെ ആ ആം ഹോൾ കർവിൻ്റെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ആം ഹോൾ ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇനി ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇവിടെയും ഞാനൊരു 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് വീനക്കായതുകൊണ്ട് കേട്ടോ, വീനക്കായതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് യൂനക്കാണെങ്കിൽ ഇത്ര കൊടുക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര വിട്ട് വരും. ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. ഇനി ആ ഒരു ഷേപ്പിലേക്ക് ഒന്ന് തള്ളി നമ്മൾ വീനക്ക് വരയ്ക്കില്ല, അതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ എത്രത്തോളം തുണി എവിടെയൊക്കെ കൂട്ടണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്, കൂട്ടിയിടുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രണ്ട് ആം ഹോൾ ഞാൻ തെറ്റി വരച്ചാണ് കേട്ടോ. അത് വേണ്ട, ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഞാനത് വരച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ് ഞാൻ പറഞ്ഞു, 4 ഭാഗം. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു കോർണറിൽ നമുക്കൊരു ഡാർട്ട് വരുന്നുണ്ടല്ലോ പ്രിൻസസ് കട്ടിന്. അപ്പോൾ അതിനൊരു അര ഇഞ്ച് നമ്മൾ അപ്പുറത്ത് 1 ഇഞ്ചിൻ്റെ ഡാർട്ടാണ് അത്. അപ്പോൾ തയ്ച്ച് പോകുമ്പോൾ അവിടെ ഒരു 1 ഇഞ്ച് ഇപ്പോൾ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക അവിടെ. ഇനി നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് 8.25 ഇഞ്ചാണ് എൻ്റെ കറക്റ്റ് ഫിറ്റ് കേട്ടോ. 8.25 ഇഞ്ച്. ആ 8.25 ഇഞ്ചിനേക്കാളും നമ്മൾ 2 ഇഞ്ചിൻ്റെ ഡാർട്ടാണ് കൊടുക്കണം. അപ്പോൾ 2 ഇഞ്ചിൻ്റെ ഡാർട്ട് അവിടെ തുണി പോവുമല്ലോ. അപ്പോൾ ആ 2 ഇഞ്ചിൻ്റെ ഡാർട്ട് എൻ്റെ ഈ സൈസിനുള്ളതൊക്കെ 2 ഇഞ്ച് മതിയാവും, ഈ ഒരു എക്സൽ സൈസിന്. ബാക്കിയുള്ളതൊക്കെ ഒരു 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെ മതി കേട്ടോ, ഓരോരുത്തരുടെ സൈസിനനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു 2 ഇഞ്ച് അവിടെ പോകുമ്പോൾ ആ തുണി മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പുറത്തോട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. മനസ്സിലായല്ലോ, ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിനുശേഷം പിന്നെ നമ്മൾ ആ ഒരു ഡാർട്ട് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ അര ഇഞ്ച് വീതം പോവും, ആ തയ്ക്കാനുള്ള തുണി പോവും. അപ്പോൾ അതിന് വേണ്ടി 1 ഇഞ്ച് തയ്ക്കുക. അപ്പോൾ 1 ഇഞ്ച് നമ്മളവിടെ അടയാളപ്പെടുത്തുക കേട്ടോ, തയ്ക്കുക എന്നല്ല, അവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ മുകളിൽ 1 ഇഞ്ച് കൊടുത്തു, താഴെ 2 ഇഞ്ച് നമ്മൾ ഡാർട്ടിന് കൊടുത്തു, 1 ഇഞ്ച് തയ്ക്കാനായിട്ട് കൊടുത്തു. ഇത്രയും എക്സ്ട്രാ തുണി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ എന്ന് പറയുന്നത് 2 ഇഞ്ച് ഇതുപോലെ സീം അലവൻസ് കൊടുക്കുകയാണ്. നമ്മൾ ബാക്കിൽ കൊടുത്ത പോലെ തന്നെ ഫ്രണ്ടിലും ഇതുപോലെ 2 ഇഞ്ച് കൊടുത്തു. അതിനുശേഷം ഇവിടെയും 2 ഇഞ്ച് കൊടുത്തു. കണ്ടോ, ഇത്രയും മനസ്സിലായല്ലോ. 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത്. ഇനി ആ സീം അലവൻസുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടാണ്, കണ്ടില്ലേ, ഇതൊന്ന് വരച്ച്. ഇത്രയും മനസ്സിലായല്ലോ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇത് എവിടെയൊക്കെ കൂട്ടണം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡാർട്ടാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഡാർട്ടിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ചിൻ്റെ നമ്മൾ താഴെ വെക്കണം. 1/2 ഇഞ്ച് സീം അലവൻസ് കൂട്ടാതെ അതിൻ്റെ താഴേക്കാണ് വെക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഡാർട്ട് പോയിൻറ്റ് വരുന്നത് 10.5 ഇഞ്ചാണ് കേട്ടോ. എൻ്റെ ഡാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് ബസ്റ്റ് പോയിൻറ്റ് 10.5 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഞാൻ അടയാളപ്പെടുത്തി. ഇനി ആ ഭാഗത്തെ വിഡ്ത്ത് എനിക്ക് വരുന്നത് കണ്ടില്ലേ, 8 ഇഞ്ചാണ് ആ ഭാഗത്തെ ഫുള്ളായിട്ടുള്ള വിഡ്ത്ത് വരിക. അപ്പോൾ നമ്മൾ തുണി മടക്കിയല്ലേ ഇട്ടിരിക്കുന്നത്, അപ്പോൾ നമുക്ക് 4 ഇഞ്ച് മതിയാവും. അപ്പോൾ അവിടുത്തെ വിഡ്ത്ത് 4 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഏകദേശം ഈ ഒരു സൈസിലുള്ളവർക്കൊക്കെ 4 ഇഞ്ച് മതിയാവും കേട്ടോ. 4 ഇഞ്ചാണ് വരിക. ഇനി അതാണ് നമ്മുടെ പോയിൻറ്റ്. മുകളിൽ നിന്ന് വന്ന് ഈ ഒരു ജസ്റ്റ് മുട്ടണ ആ പോയിൻ്റില്ലേ, അത് തന്നെയാണ് നമ്മുടെ ആ പോയിൻ്റ് കേട്ടോ.
ഇനി നമുക്കിവിടെ ഡാർട്ട് ഇടാം. അപ്പോൾ നമ്മൾ താഴത്ത് ആ ഒരു പോയിന്റിൽ 4 ഇഞ്ചാണ് നമ്മൾ കൊടുത്തത്. മുകളിൽ 4 ഇഞ്ചാണ് കൊടുത്തത്. നമ്മൾ താഴേക്ക് വരുമ്പോൾ 3.5 ഇഞ്ചാണ് കൊടുക്കണം. 1/2 ഇഞ്ച് കുറവ് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് കുറവ് കൊടുക്കുക. അപ്പോൾ 3.5 ഇഞ്ച് ഞാൻ കൊടുത്തല്ലോ, കണ്ടോ, ഒന്ന് ചെരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ ഡാർട്ട് എത്രയാണ് നമ്മളിടുന്ന ഡാർട്ട് 2. ഞാൻ 2 ആണ് ഡാർട്ട് ഇടുന്നത്, അത്രയും വീതിയുള്ളത്. നിങ്ങൾ ഒന്നാണെങ്കിൽ 1 കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ 2 കൊടുത്തുകൊണ്ട് അവിടെ 2 അടയാളപ്പെടുത്തി, കണ്ടോ. അതിനുശേഷം ആ ഡാർട്ട് ഈ കാണുന്ന പോയിന്റിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഹൈറ്റ് അടയാളപ്പെടുത്താം കേട്ടോ. ഹൈറ്റിൽ അതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 2 ഇഞ്ച് അടയാളപ്പെടുത്താൻ ഞാൻ പറയണത്. അപ്പോൾ അതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം കണ്ടല്ലേ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ബ്ലൗസ് ആണല്ലോ, അപ്പോൾ ബ്ലൗസിന് നല്ലൊരു ഷേപ്പ് വേണം. ഇതിപ്പോൾ ക്രോപ്പ് ടോപ്പൊക്കെ ആണെങ്കിൽ ഇത്രയും ഷേപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 2 ഇഞ്ച് ഡാർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മുടെ ബ്ലൗസ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ആ സ്കെയിൽ വെച്ച് ആ ഒരു ഭാഗത്ത് നമ്മൾ വരച്ചു കൊടുത്തു. ആ ഒരു ഭാഗമാണ് നമ്മുടെ ഡാർട്ടിൻ്റെ. ഇനി നമുക്ക് മുകളിലേക്ക് ഒരു ഭാഗം വേണമല്ലോ. അപ്പോൾ നമ്മളിതുപോലെ ആം ഹോളിൻ്റെ ആ ഭാഗത്തു നിന്ന് അളന്ന് വരിക കേട്ടോ. ഒരു 5.5 ഇഞ്ച് ഏകദേശം മതിയാവും, കണ്ടോ. 5.5 ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ അടയാളപ്പെടുത്തി ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി വരച്ചു കൊടുക്കുക. കണ്ടില്ലേ ആ ഒരു പോയിന്റ്. അപ്പോൾ നിങ്ങളിത് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡാർട്ടിൻ്റെ കാര്യങ്ങൾ. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിൽ ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക, കണ്ടോ. ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കുട്ടികൾക്ക് ഒക്കെ ഇടുന്ന ബ്ലൗസാണ്. അപ്പോൾ ഇത് ഞാൻ തയ്ച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അമ്മമാർക്കൊക്കെ തയ്ച്ചു കൊടുക്കാമല്ലോ. ഇങ്ങനത്തെ അത് മനസ്സിലാക്കി വെച്ചാൽ മക്കൾക്ക് തയ്ച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ നെക്കിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്തു. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. കണ്ടില്ലേ. അപ്പോൾ ഇത് ബാക്ക് പാർട്ടുകൾ 2 പീസ് ഉണ്ടാവുമല്ലോ. നമുക്ക് ബാക്ക് ഓപ്പൺ ആണല്ലോ. പിന്നെ ഫ്രണ്ടിൽ ഈ പീസുകളൊക്കെ നമുക്ക് ഇതുപോലെ കിട്ടി. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് മെയിൻ ക്ലോത്തിലേക്ക് മെയിൻ ക്ലോത്ത് അതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ മെയിൻ ക്ലോത്ത് അതേപോലെ വെച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പോൾ ഇത് ബ്രൊക്കേഡിൻ്റെ തുണി ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ ഈസിയാണ് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് വരും ചെയ്യും തയ്ക്കുമ്പോൾ. വേറെ തുണികളൊക്കെ ഇത്തിരി ഒന്ന് ചുളുങ്ങി പോകും കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിൽ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഇൻവിസിബിളായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിതിന് ലൈനിങ്ങിൻ്റെ പീസ് എടുക്കുക. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ലൈനിങ്ങിൻ്റെ പീസുകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ലൈനിങ്ങിൻ്റെ ആ ഫ്രണ്ടിൽ ആ ഭാഗം എടുത്തു. പിന്നെ അതുപോലെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇതും എടുത്തു. അതുപോലെ ഈ 3 പീസുകളും ഒരേപോലെ വെച്ച് നമ്മൾ കണ്ടില്ലേ, ഈ ഭാഗങ്ങളൊക്കെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ ആ ഭാഗമല്ലേ, മെയിൻ ക്ലോത്തിൻ്റെ ആ ഭാഗം അതും സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ. സാധാരണ നമ്മൾ രണ്ടും ഒരുമിച്ച് വെച്ചാണ് ജോയിൻ ചെയ്യാറ്. ഇതിലിങ്ങനെയല്ല നമ്മൾ ചെയ്യണത്. ഇത് കണ്ടില്ലേ, മെയിൻ ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആ ബ്ലൗസിൻ്റെ ആ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പം നമുക്കത് ജോയിൻ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പം ഞാനത് ജോയിൻ ചെയ്ത് എടുത്ത് കൊണ്ടുവന്നിട്ട് കണ്ടില്ലേ, ഇപ്പോൾ മനസ്സിലായല്ലോ. ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക, കണ്ടോ. മനസ്സിലായല്ലോ, കണ്ടില്ലേ. അപ്പോൾ ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇൻവിസിബിളായിട്ട് എങ്ങനെയാണെന്ന് ചിലർക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല പുറമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, കണ്ട. നല്ല പുറങ്ങൾ ഒരുമിച്ച് വയ്ക്കുക. മെയിൻ ക്ലോത്തിൻ്റെ ലൈനിങ്ങിൻ്റെയും നല്ല പുറം ഒരുമിച്ച് വെച്ചു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കണ്ടില്ലേ, ഞാൻ ഒരുമിച്ച് വെച്ചു. ചീത്ത പുറങ്ങളാണ് ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത്. നല്ല പുറങ്ങൾ ഒരുമിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. ഇനിയിപ്പോൾ ഇത് മനസ്സിലായില്ലെങ്കിലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. ഒരുപോലെ വെച്ചെടുത്തു. ഇത് നമ്മൾ ഇത് തയ്ച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഉള്ളിലേക്ക് സ്റ്റിച്ച് പോകാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഒരേപോലെ വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി എവിടെയാണ് ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്ത് നമ്മൾ ഒരു അറേഞ്ച് സീം അലോൺസ് നേരത്തെ ഇട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ അറേഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക. ഈ കാണുന്ന ഭാഗത്ത്, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഭാഗത്തിൽ അവിടെയും അറേഞ്ചിൽ തയ്ച്ചെടുക്കുക. ആ ഒരു തയ്യൽ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ആ ഷോൾഡറിൻ്റെ ഭാഗം മാത്രം തയ്ക്കേണ്ട കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു ഭാഗമൊക്കെ തയ്ച്ചു കൊണ്ടുവന്ന് നിങ്ങളെ അടുത്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഭാഗം മാത്രം ഞാൻ തയ്ച്ചിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാ ഭാഗം അറേഞ്ച് വെച്ച് ഞാൻ തയ്ച്ചു കൊടുത്തിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും തയ്ച്ചിട്ടുണ്ട്. 2 ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു പോയിന്റിലൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആ പോയിന്റുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ, എല്ലാ ഭാഗത്തും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഫുള്ള് ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം മാത്രമാണ് ഞാൻ 2 ഭാഗത്താണ് തയ്ക്കാതിരുന്നത്. ഇനി നമ്മളിത് പുറത്തേക്ക് എടുക്കണം കേട്ടോ. കുറച്ച് ഇതാണ്, നമ്മളൊന്ന് ചുളുങ്ങിയൊക്കെ പോകും. എന്നാലും നമ്മൾ സാവധാനം അതൊന്ന് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ.
സാവധാനം എടുത്താൽ മതി. കുറച്ചിങ്ങനെ തുണി പിരിഞ്ഞ് പോവും, അത് നോക്കണ്ട. ഇത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് എടുക്കാം കേട്ടോ പുറത്തേക്ക്. അപ്പോൾ ഞാനത് കുത്തി എടുക്കണം, കുറേശ്ശെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. അപ്പോൾ മക്കൾക്ക് പുറത്തേക്ക് നമ്മൾ ഈ വലിയൊരു കാശ് കൊടുത്തൊന്നും നമ്മൾ തയ്ക്കേണ്ട. അത്യാവശ്യം നമുക്ക് തയ്ക്കാനറിഞ്ഞാൽ ഈ ഒരു മോഡലിലൊക്കെ പെട്ടെന്ന് തയ്ക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഇട്ടത്. പിന്നെ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാ ഭാഗങ്ങളും പുറത്തേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊരു നല്ല എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ടേ അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഷേപ്പ് ആ ഉള്ളിലോടെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തോടെ ഒന്ന് കുത്തി അതൊന്ന് ഷേപ്പായിട്ട് നമ്മൾ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ എല്ലാം ഉള്ളിലേക്ക് ചുളുങ്ങിയിട്ടല്ലേ കിടക്കണേ, കണ്ടില്ലേ? ഈ ഒരു ഭാഗമൊക്കെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും കണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ ബ്രൊക്കേണ്ട തുണിയൊക്കെ ഇങ്ങനെ കുത്തണ തുണിയായിരിക്കും, വേണ്ട ഇതുപോലൊക്കെ ഒന്ന് അതിൻ്റെ അഡ്ജസ്റ്റൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം കേട്ടോ. കുത്തണ തുണികളായിരിക്കും, അപ്പോൾ നമുക്കിത് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് അങ്ങനെ വരില്ലേ, കണ്ടില്ലേ? അപ്പോൾ നല്ല ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി, കണ്ടില്ലേ ഇതിൻ്റെ ഷേപ്പ്? അപ്പോൾ നമ്മുടെ ആ സ്ലീവ് അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്തു, കണ്ടില്ലേ? നല്ലൊരു ഇതായിട്ട് സ്ട്രാപ്പ് പോലത്തെ ഒരു ഇതായിട്ടോ. ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കണ്ടോ. ഉള്ളിലും ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതുപോലെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലെ ഒരു ഭാഗം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് വരണ്ടേന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഇത് ഇതിൻ്റെ ചീത്തപ്പുറമാണ് കേട്ടോ. ഇതിൻ്റെ നല്ല പുറം കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല പുറങ്ങൾ ഒരുമിച്ച് വയ്ക്കുക. അപ്പോൾ ലൈനിങ്ങിന് നല്ല പുറം ഇല്ല, അപ്പോൾ മെയിൻ ക്ലോത്തിന് നല്ല പുറം ഒരുമിച്ച് വയ്ക്കുക. ലൈനിങ് ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഇനി ഇതും തയ്ച്ചെടുക്കണം കേട്ടോ. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് നമ്മളിത് ഈ ഒരു ഭാഗം തയ്ച്ചെടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ അടിയിൽ നമ്മൾ ഒരു അരയിഞ്ച് ഇട്ടിട്ടുണ്ടല്ലോ, അതും തയ്ച്ചെടുക്കുക. ഇതിൽ തയ്ച്ചെടുക്കാൻ രണ്ട് സ്ഥലത്ത് നമ്മൾ കണ്ടില്ലേ തയ്ച്ചെടുക്കേണ്ട. ഈ ഒരു ഭാഗത്ത് തയ്ക്കേണ്ട കേട്ടോ. നമ്മുടെ ആ ഹുക്കിൻ്റെ അതിൻ്റെ ഭാഗം വരില്ലേ, അവിടെ കൊണ്ട് നിർത്തിയാൽ മതി നമ്മുടെ തയ്പ്പ്. അതായത് ആ നെക്കിൽ നിന്ന് താഴോട്ട് ഈ ഒരു പോയിന്റ് വരെ നമുക്ക് മതി കേട്ടോ. തയ്ച്ചു കൊണ്ട് നിർത്തുക. ബാക്കിയുള്ള ഭാഗം ആ ഹുക്കിൻ്റെ അതിൻ്റെ ഭാഗം തയ്ക്കരുത്. ഇതുപോലെ വന്ന് ഒരു പോയിന്റ് വരെ നിർത്തുക. ഇത് നമുക്ക് അവിടെ തയ്ക്കരുത്, കണ്ടില്ലേ? ഞാൻ അടുത്ത് കാണിച്ചു തരേണ്ടതാണ് കേട്ടോ നിങ്ങൾക്ക്. ഇവിടെ വരെ നിങ്ങൾ തയ്ച്ചു കൊടുക്കുക, ബാക്കി ഈ ഭാഗം തയ്ക്കരുത്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാനുള്ളതാണ്. ഈ ഒരു ഭാഗമൊക്കെ തയ്ച്ചു കൊടുക്കുക, ആ ഷോൾഡറിൻ്റെ ആ ഭാഗം മാത്രം അതും തയ്ക്കരുത്. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. ഇനി നമ്മളിത് ഈ ഒരു ഭാഗം നമ്മൾ തയ്ച്ചു കൊണ്ടുവരണം. ഞാനിത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഇനി കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനതുപോലെ ഒക്കെ തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിലേക്ക് മറച്ച് വരിക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. മറച്ച് നമുക്കിതിലേക്ക് വരുമല്ലോ, അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരെണ്ണം ഞാൻ ഇതുപോലെ അത് അതിലേക്ക് ഷോൾഡർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യാമെന്ന് ഞാൻ അടുത്ത ഒരു സ്ലീവിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇടുക കേട്ടോ. ഈ ഒരു ബ്ലൗസിൻ്റെ ഇതിങ്ങനെ ഇടുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണല്ലോ വെച്ചിരിക്കുന്നത്. ഇത് നമ്മളെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം ഞാൻ തയ്ച്ചു വെച്ചു. ഇനി ഒരു ഭാഗത്താണ് കാണിച്ചു തരാൻ പോണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ഹുക്കിൻ്റെ അതിൻ്റെ ഭാഗം നമ്മൾ തയ്ച്ചിട്ടില്ലല്ലോ. അപ്പോൾ അത് തയ്ക്കാൻ വേണ്ടിയിട്ട് അത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ ആ ഹുക്കിൻ്റെ അതിൻ്റെ ഭാഗം ഇങ്ങനെ എടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ മുകളിലേക്ക് ഒന്ന് എടുത്തു കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഭാഗം നമുക്കവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കുക. ഇത് ആളുകൾക്ക് എല്ലാവർക്കും അറിയണ്ടാവായിരിക്കും, ഇങ്ങനെ ഇൻവിസിബിളായിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഇത് എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അവരെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണത്. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യണത് നിങ്ങൾക്ക് കണ്ടാവും. അതുപോലെ തന്നെ നമ്മളൊന്ന് കയറ്റി കൊണ്ടുവരാം. അപ്പോൾ ഷോൾഡറിൻ്റെ ആ ഭാഗം പെർഫെക്റ്റായിട്ട് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് നീറ്റായിട്ട് തന്നെ കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ മോഡലും തയ്ക്കാൻ പറ്റും. ഞാൻ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഇതുപോലെ ഒപ്പം വരും കേട്ടോ. ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടില്ലേ, അടിയിലത്തെ ആ ഒരു ഇതും സ്ട്രാപ്പുകൾ കണ്ടില്ലേ, 2 സ്ട്രാപ്പ് ഒരുപോലെ വന്നിട്ട് നമ്മളിത് ഒരുപോലെ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു അരയിഞ്ചിൽ നമ്മൾ തയ്ച്ചെടുക്കണം. കണ്ടല്ലോ, ഇപ്പോൾ 4 ഭാഗം കിട്ടും. ഇപ്പോൾ 4 ഭാഗങ്ങളുണ്ടല്ലോ, അതിൽ 4 പീസ് ഉണ്ടാവുമല്ലോ. അത് ഫുള്ളും നമ്മൾ ഇതുപോലെ ഞാൻ കാണിച്ചു തരികയാണ് വീണ്ടും സംശയമുള്ളവർക്ക്. ഇതിന് വേണ്ടിയിട്ട് എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു അരയിഞ്ചിൽ നമ്മൾ തയ്ച്ചു കൊടുക്കണം കേട്ടോ. അവിടെ തയ്ച്ചു കൊടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്ച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതെങ്ങനെയാണ് മറഞ്ഞു പോകണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ വലിച്ചെടുക്കുമ്പോൾ ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. ഇതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവില്ലെങ്കിൽ വീണ്ടും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ പുറത്തേക്ക് എടുക്കുക, കണ്ടോ? അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗമൊക്കെ ഉള്ളിലേക്ക് പോയിട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കുത്തണ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല, കണ്ടില്ലേ?
അപ്പോൾ ഞാൻ ആ ബ്ലൗസൊക്കെ ദേ ഇതുപോലെ തയ്ച്ചെടുത്ത് അതിൻ്റെ പട്ടയും ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബ്ലൗസ്, കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. അപ്പോൾ ഹുക്കും അയ്യൊക്കെ വെക്കണം കേട്ടോ അതിൻ്റെ ഭാഗത്ത്. പട്ട വെക്കേണ്ട, സോറി, പട്ട അടിയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ബ്ലൗസ്, കണ്ടില്ലേ? ഇത് ഈ ഒരു ബ്ലൗസ്. അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.